നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയുടെ സമഗ്ര വികസനത്തിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ്. പ്രധാന പരിഗണന പ്രദേശത്ത് മികച്ച വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കാൻ. അഗളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. അട്ടപ്പാടിയിലെ വിമുക്തി ലഹരി മോചന കേന്ദ്രത്തിന് സൗകര്യപ്രദമായ കെട്ടിടമായി. തൃശൂർ മുളയത്ത് സ്വർണ്ണമാലയ്ക്കായി മകൻ അച്ഛനെ തലക്കടിച്ചു കൊന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ്. തൃശൂർ കരുപ്പടന്ന നെടുങ്ങാണത്തുകുന്നിൽ യുവതിയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. പുഴയിലെ മീറ്റ്ന ഭാഗത്ത് മത്സ്യത്തൊഴിലാളിയായ യൂസഫിനെ കാണാതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച. തിരച്ചിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. വാർത്തകൾ വിശദമായി. അട്ടപ്പാടിയുടെ സമഗ്ര വികസനത്തിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ്. പ്രദേശത്ത് മികച്ച വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കുന്നതിനാണ് മുന്തിയ പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു. അഗളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി MB രാജേഷ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ അഗളി ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ചിട്ടുള്ള ഫണ്ട് 9 കോടി രൂപയാണെന്നും സ്കൂളിന് മികച്ച പരിഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ ഇവിടെ അച്ഛൻ പറഞ്ഞ ആ ലോഹ്യം അതോടെ പോവും. കാരണം എൻ്റെ തീവണ്ടി നഷ്ടപ്പെടും, തീവണ്ടി പോവും. അപ്പോൾ പിന്നെ ആ ലോഹ്യം അതോടെ പോവും. കാരണം ഇനി പെരിന്തൽമണ്ണയിൽ ഒരു പരിപാടി കൂടി പങ്കെടുത്ത് വൈകുന്നേരം 5:30-ക്കുള്ള ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളതാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചത്. പക്ഷെ HM ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് നിർത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ ചുരുക്കമില്ലാതെ മാർഗമില്ല. എല്ലാവർക്കും സ്നേഹാപ്രവർത്തനം. പരിപാടിയിൽ N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക ലക്ഷ്മണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S സനോജ്, ബ്ലോക്ക് മെമ്പർമാരായ കാളിയമ്മ, വാർഡ് മെമ്പർ കണ്ണമ്മ, പ്രിൻസിപ്പാൾ KV ചിന്നു, PTA പ്രസിഡന്റ് മുഹമ്മദ് ജാക്കിർ, SSK ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർ K ജയപ്രകാശ്, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതപ്പുഴയിൽ ഒറ്റപ്പാലം മീറ്റ്ന ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി 4ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മത്സ്യത്തൊഴിലാളിയായ യൂസഫിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ഭാരതപ്പുഴയിലെ മീറ്റ്ന കടവിന് സമീപത്ത് മത്സ്യബന്ധനത്തിനിടെയാണ് മത്സ്യത്തൊഴിലാളിയെ കാണാതായത്. പാലപ്പുറം പാറക്കൽ വീട്ടിൽ 58 വയസ്സുള്ള യൂസഫാണ് മീൻ പിടിക്കുന്നതിനിടെ കാൽവഴുതി പുഴയിൽ വീണത്. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയിട്ടും ആളെ കണ്ടെത്താനായില്ല. ബുധനാഴ്ച 4ാം ദിവസവും തിരച്ചിൽ തുടർന്നു. രാവിലെ 2 സ്കൂബ ടീമും ഒരു സിവിൽ ഡിഫൻസ് വിഭാഗവും ചേർന്നാണ് തെരച്ചിൽ നടത്തിയത്. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപം മുണ്ടായ പൈങ്കുളം ഭാഗങ്ങളിലാണ് തെരച്ചിൽ നടത്തിയത്. ഉച്ചവരെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല. തെരച്ചിൽ കാര്യക്ഷമമാകാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം മീറ്റ്നയിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് തിരച്ചിൽ വ്യാപകമാക്കിയത്. ഒറ്റപ്പാലം താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ നിഷാന്ത്, ജിജീഷ്, ഷൊർണൂർ ഫസ്റ്റ് വില്ലേജ് ഓഫീസർ ഷീജ, SPO അജീഷ് എന്നിവർ 4ാം ദിവസത്തെ തിരച്ചിൽ നടപടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ മുളയത്ത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടി മകൻ അച്ഛനെ തലക്കടിച്ചു കൊലപ്പെടുത്തി. പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയായ മകൻ സുമേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് മുളയം കൂട്ടാലയിൽ അച്ഛൻ സുന്ദരനെ കൊലപ്പെടുത്തി ചാക്കിലാക്കി ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ചത്. നിരന്തരം പിതാവിനോട് പണം ചോദിച്ച സുമേഷ് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇന്നലെയും സുന്ദരനുമായി തർക്കമുണ്ടാവുകയും മാല ആവശ്യപ്പെടുകയും ചെയ്തു. മാല നൽകാതായതോടെ പട്ടിക കൊണ്ട് തലക്കടിച്ചുവെന്നും പ്രതി കുറ്റസമ്മതം നടത്തി. പിന്നീട് കയ്യും കാലും കെട്ടി ചാക്കിലാക്കി പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മാല പണയം വെച്ചുവെന്നും സുമേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കരുപ്പടന്ന നെടുങ്ങാണത്തുകുന്നിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പലിയകത്ത് നൌഫലിന്റെ ഭാര്യ 23 വയസ്സുള്ള ഫസീലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയിൽ നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും യുവതിയുടെ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇതേ തുടർന്നാണ് യുവതിയുടെ മരണത്തിൽ നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ദുൾ റഷീദിൻ്റെയും
സെക്കീനയുടെയും മകളാണ് ഫസീല. ഫസീലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ താഴെപ്പുറ വെട്ടിക്കാട്ടിരി റോഡ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് കാലങ്ങളായി. പഞ്ചായത്ത് ഭരണസമിതി ഇടപെടുന്നില്ലെന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ. സ്കൂൾ വിദ്യാർത്ഥികളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താഴെപ്പുറ UDFന്റെ നേതൃത്വത്തിൽ കുണ്ടും കുഴികളും നിറഞ്ഞ പ്രദേശങ്ങളിൽ വാഴനട്ട് പ്രതിഷേധിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക. പ്രതിഷേധ സംഘം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. PS അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. NA ഇബ്രാഹിം, NY അബ്ബാസ്, PM ജാഫർ എന്നിവർ സംസാരിച്ചു. ഇനിയും റോഡിന് നടപടിയായില്ലെങ്കിൽ വിവിധ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് UDF ഭാരവാഹികൾ അറിയിച്ചു. കാരണം ഇവിടുന്ന് വിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് മെയിൻ റോഡ് എത്തുന്ന വരെ അവിടെ ഒരു 3 അടി റോഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മൊന്തയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വേറൊരു വണ്ടി ഇവിടെ സൈഡാക്കിയാലാണ് നമുക്കവിടെ കടക്കാൻ പോകുന്നത്. ഒരു ചെറുകുത്തി പഞ്ചായത്തിൻ്റെ ഒരു റോഡുകളും ഈ ഭരണസമിതിക്ക് നോക്കാനോ അത് ചെയ്യാനോ കഴിയുന്നില്ല. പ്രത്യേകിച്ച് 9-ാം വാർഡിൻ്റെ മെമ്പറിൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള റോഡാണിത്. ഈ റോഡ് എന്നും ഓരോരോ ബൈക്കുകളും അപകടങ്ങളും ചാടിമുട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് UDFൻ്റെ 9-ാം വാർഡ് UDF കമ്മിറ്റി ഇങ്ങനൊരു സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അട്ടപ്പാടി വിമുക്തി ലഹരി മോചന കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെ സമൂഹം ഒറ്റക്കെട്ടായി അണിനിരന്ന് ചെറുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ സമഗ്രമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ് ചൂണ്ടിക്കാട്ടി. ലഹരിമുക്ത ചികിത്സയിലെ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ കേരളത്തിലാണുള്ളത്. എക്സൈസ് സേന ലഹരി വിമുക്ത ചികിത്സ കൂടി നടത്തുന്നതുപോലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം സംവിധാനമില്ല. ലഹരിക്ക് അടിമപ്പെടാനുള്ള സാമൂഹികവും മാനസികവുമായ കാരണങ്ങളെ സമഗ്രമായി നേരിടാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരി ഒരു വലിയ സാമൂഹിക വിപത്താണ്. ലഹരി ഒരു സാമൂഹിക വിപത്ത് എന്ന നിലയിൽ സമൂഹമാകെ ചെറുക്കേണ്ടതാണ്. അതല്ലാതെ എക്സൈസോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളോ പോലീസോ മാത്രം ചേർന്ന് ചെറുക്കേണ്ടതല്ല. ലഹരി ഒരു വലിയ സാമൂഹിക വിപത്താണ്. ലഹരി ഒരു സാമൂഹിക വിപത്ത് എന്ന നിലയിൽ സമൂഹമാകെ ചെറുക്കേണ്ടതാണ്. അതല്ലാതെ എക്സൈസോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളോ പോലീസോ മാത്രം ചേർന്ന് ചെറുക്കേണ്ടതല്ല. അട്ടപ്പാടി താലൂക്ക് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, മധ്യമേഖലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ S കൃഷ്ണകുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ, ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാളയിൽ പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരായ റിപ്പോർട്ടിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച കുഞ്ഞ് ആന്റിവെനം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മരിച്ചെന്നാണ് വീട്ടുകാരുടെ പരാതി. പ്രാഥമിക അന്വേഷണത്തിൽ ഡോക്ടർക്ക് പിഴവ് സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. നടപടി ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാത്തതിനെതിരെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് രേഖാമൂലമുള്ള മറുപടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് പരിശോധിച്ച് നടപടിയെടുക്കാനാണ് നിർദ്ദേശം. 2021 മാർച്ച് 24-നാണ് ആലമറ്റം സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലേയയുടെയും മകൾ 3 വയസ്സുള്ള ആവറിൻ പാമ്പുകടിയേറ്റ് മരിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ അമിതമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രിത ശ്രമം നടത്തുന്നുണ്ടെന്ന് KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KA പോൾ. പാലക്കാട്ട് അസോസിയേഷൻ മുൻകാല നേതാവ് വിക്രമൻ നായർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KA പോൾ. LDF സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തെന്ന് KA പോൾ ആരോപിച്ചു. ഇത്രമാത്രം ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് നൽകേണ്ടതില്ലെന്ന ജനവികാരമുണ്ടാക്കാനാണ് സർക്കാരിന്റെ ശ്രമം. ഇടതു സംഘടനകൾ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നും KA പോൾ പറഞ്ഞു. പക്ഷേ ഇത്രയും DA കൊടുക്കണോ എന്ന് ഒരു ആലോചന
സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും. സർക്കാർ ജീവനക്കാർക്കായാലും ശരി, പെൻഷൻകാർക്കായാലും ശരി, എന്തിന് കൊടുക്കണം എന്നുള്ള ഒരു ട്രെൻഡ്, നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഈ എപ്പോഴും ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് വരുന്നത്. അവിടെ നിന്ന് വരുന്നോ എവിടെ നിന്ന് വരുന്നോ എന്നറിയില്ല. അതിനുള്ള ലൂപ്പ് ഹോൾ ഉണ്ടാക്കാൻ ഈ പത്രധർമ്മം കൊണ്ട് സാധിക്കും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോങ്, അതായത് എന്തെല്ലാം തെറ്റുണ്ടോ, എന്തെല്ലാം നുണപ്രചാരണമുണ്ടോ അതെല്ലാം നടത്താൻ നമ്മുടെ സർക്കാർ നമ്പർ 1 ആണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PD സുവർണൻ, KK ശൈലജ, അനന്തകൃഷ്ണൻ, ആന്റണി, ജമീല, പ്രഫുൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അതിർത്തി തർക്കത്തെ തുടർന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി CCTV ക്യാമറ തല്ലി തകർത്തു. പ്രവാസിയായ ചൊവ്വല്ലൂർപ്പടി നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി തല്ലി തകർത്തത്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് പ്രതി അതിക്രമം നടത്തിയത്. സംഭവത്തിൽ നൌഷാദിന്റെ ഭാര്യ ഫാത്തിമ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വീട്ടുപറമ്പിലേക്ക് അതിക്രമിച്ചു കയറി വീടിന്റെ പുറകുവശത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറ ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു തകർക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടിയുടെ സമഗ്ര വികസനത്തിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ്. പ്രധാന പരിഗണന പ്രദേശത്ത് മികച്ച വിദ്യാഭ്യാസ സാഹചര്യം ഒരുക്കാൻ. അഗളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. അട്ടപ്പാടിയിലെ വിമുക്തി ലഹരി മോചന കേന്ദ്രത്തിന് സൗകര്യപ്രദമായ കെട്ടിടമായി. തൃശൂർ മുളയത്ത് സ്വർണ്ണമാലയ്ക്കായി മകൻ അച്ഛനെ തലക്കടിച്ചു കൊന്നു. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ്. തൃശൂർ കരുപ്പടന്ന നെടുങ്ങാണത്തുകുന്നിൽ യുവതിയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ തുടരുന്നു. പുഴയിലെ മീറ്റ്ന ഭാഗത്ത് മത്സ്യത്തൊഴിലാളിയായ യൂസഫിനെ കാണാതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച. തിരച്ചിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.